സംസ്ഥാനത്തെ നഴ്സിംഗ് പ്രവേശനത്തിൽ നിലനിന്നിരുന്ന പ്രതിസന്ധി പരിഹരിച്ചു. സർക്കാരും നഴ്സിംഗ് മാനേജ്മെന്റുകളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് പരിഹാരമുണ്ടായത്. ഇത്തവണയും ഏകജാലകം വഴി പ്രവേശനം നടത്തും. വിവരങ്ങളുമായി എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, മുൻപ് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഏതാണ്ട് സമവായത്തിലെത്തിയിരുന്നു. ഇപ്പോൾ അതിൽ ഒരു ഉറപ്പ് വന്നിരിക്കുന്നു, അല്ലേ? പ്രവിത, തീർച്ചയായും 2017 മുതലുള്ള അപേക്ഷാ ഫീസിന് 18% GST നൽകണമെന്ന സർക്കാർ നിർദ്ദേശമാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണമായി വന്നിരുന്നത്. ഇതിനെ തുടർന്ന് പലതവണ മാനേജ്മെന്റ് അസോസിയേഷനുകളുമായി സർക്കാർ ചർച്ച നടത്തിയിരുന്നു. അന്ന് ഒരു സമവായത്തിൽ എത്തിയെങ്കിലും കൃത്യമായൊരു ഫലം കണ്ടിരുന്നില്ല. ഇന്ന് ആരോഗ്യമന്ത്രിയുമായി മാനേജ്മെന്റ് അസോസിയേഷനുകൾ നടത്തിയ ചർച്ചയിലാണ് ഈ പ്രതിസന്ധി പരിഹരിച്ചിരിക്കുന്നത്. ഈ GST പൂർണ്ണമായും ഒഴിവാക്കുമെന്ന ഉറപ്പ് സർക്കാർ നൽകി എന്നതാണ് മാനേജ്മെന്റ് അസോസിയേഷനുകൾ പറയുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് GST വേണ്ട എന്നുള്ള ഒരു സർക്കാർ നയം നടപ്പിലാക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചതായും മാനേജ്മെന്റ് അസോസിയേഷനുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകജാലക പ്രവേശനത്തിലൂടെ തന്നെ ഇത്തവണയും നഴ്സിംഗ് പ്രവേശനം നടക്കുമെന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം. നേരത്തെ ഈ സർക്കാർ ഒരു കർശന നിലപാട് സ്വീകരിച്ചതോടുകൂടിയാണ് ഈ സ്വകാര്യ മാനേജ്മെന്റുകൾ സ്വന്തം നിലയ്ക്ക് അപേക്ഷ സ്വീകരിച്ച് പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോയത്. ആ സമയഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നു. അതുകൊണ്ടാണ് പിന്നീടും ചർച്ച നടത്തി ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തിയത്. പ്രവിത, എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്.